പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിക്രം അഭിലാഷിനെ തേടി അവൻ്റെ താവളത്തിലെത്തുന്നതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. വിക്രം ബൈക്കിൽ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും വിക്രത്തെ അടിച്ചു വീഴ്ത്താൻ കൂടെയുള്ളവരോട് അഭിലാഷ് പറയുന്നുണ്ട്. അവരെയെല്ലാം അടിച്ചു വീഴ്ത്തുന്നത് കണ്ട് അഭിലാഷ് വിക്രത്തിൻ്റെ നേരെ കത്തിയെടുത്ത് നിൽക്കുക. വിക്രം ഒറ്റ കുതിപ്പിനെ കത്തിയുമായി നിൽക്കുന്ന അഭിലാഷിനെ തട്ടിമാറ്റി അവനെ കുത്താനായി നിൽക്കുമ്പോഴാണ് വിക്രം എന്നുള്ള വിളി കേൾക്കുന്നത്. വേദയും കൂടെ സാബുസയും കൂട്ടരും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പോലീസിനെ കാണുമ്പോൾ തന്നെ അഭിലാഷ് ഓടിച്ചെന്ന് വിക്രം തന്നെ കൊല്ലാൻ നോക്കായിരുന്നു. ജാമത്തിൽ ഇറങ്ങിയെന്ന് വെച്ച് അവൻ്റെ സ്വഭാവം കണ്ടില്ലേ, ഇത്തരം റേപ്പിസ്റ്റിനെയൊന്നും പുറത്ത് വിടരുത് സാറേ എന്ന് അഭിലാഷ് പറയുമ്പോഴേക്കും വേദ അവൻ്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ആരാട റേപ്പിസ്റ്റ്, ആ വാക്ക് നീ ഇനി മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് സാബു എസ്ഐയോട് നിങ്ങൾക്കിനി നിങ്ങളുടെ പണി ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അരികിലേക്ക് നടന്നു ചെന്ന് അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് സ്ലോ മോഷനിൽ നടന്നു പോവുക വേദ. പിന്നീട് വേദയും വിക്രമും കൂടി SP ഓഫീസിലെത്തുക. വിക്രത്തെ കണ്ട് SP സോറി പറഞ്ഞിട്ട് വിക്രത്തിനെതിരെ ചാർജ് ചെയ്ത എല്ലാം ക്യാൻസൽ ചെയ്യാൻ താൻ ഓർഡർ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അന്ന് നിങ്ങളെ ആക്രമിച്ചവർ രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറുന്നതെല്ലാം അഭിലാഷിൻ്റെ പ്ലാനായിരുന്നു. അഭിലാഷ് രമ്യയ്ക്ക് പണം കൊടുത്ത് നിങ്ങൾക്കെതിരെ കേസിനായി ഉപയോഗപ്പെടുത്തിയതാണ് എന്ന് SP പറയണ കേട്ട് അഭിലാഷ് പണം കെടുത്തുന്നു എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അതേ വിക്രം, നിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന വിക്രം ഗൂഢാലോചന, ആക്രമണം അതല്ലേ വകുപ്പ് എന്ന് ചോദിക്കുക. ഇന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പല്ലേ എന്ന് വേദയും ചോദിക്കുന്നുണ്ട്. വിക്രം ഒരു സ്ത്രീയോട് മദ്യപിച്ച് അപമര്യാദയായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത കൊടുത്തത്. സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കാൻ ശ്രമിച്ച പോലീസും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ ആ സമയം തെളിവുകളെല്ലാം വിക്രത്തിനെതിരായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു കേസ് ചാർജ് ചെയ്തത്. പിന്നെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന ക്രിമിനൽ കേസുകൾ മീഡിയയിൽ അറിയിക്കുന്നത് പോലീസിൻ്റെ ഒരു സാധാരണ കാര്യം മാത്രമാണ് എന്ന് SP പറയുമ്പോൾ കുറ്റാരോപിതൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ അത് മീഡിയ അറിയിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു കൂട്ടരുടെ ഇടയിൽ തൻ്റെ ഭർത്താവ് സ്ത്രീപീഡന കേസിലെ പ്രതിയാവില്ലേ? നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അവൻ്റെ അച്ഛന് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടായിന്ന് ആളുകൾ പറയില്ലേ എന്ന് വേദ ചോദിക്കണ കേട്ട് അതിനെന്ത് ചെയ്യണമെന്നാ വേദ പറയുന്നതെന്ന് SP ചോദിക്കുക. വിക്രം നിരപരാധിയാണെന്ന് മീഡിയ അറിയണം. അഭിലാഷും രമ്യയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇതെന്ന് പുറം ലോകം അറിയണം. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയുടെ യുവജന നേതാവായി അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന വിക്രമിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായോന്ന് പോലീസ് അന്വേഷിക്കണം. അങ്ങനൊരു പരാതി വിക്രമിനുണ്ട് എന്ന് വേദ പറയുമ്പോഴേക്കും തനിക്ക് അങ്ങനൊരു പരാതിയില്ലെന്ന് വിക്രം പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉണ്ടെന്ന് വേദ ചാടിക്കയറി പറയാ. ഇത് കേൾക്കുന്ന SP നിങ്ങളുടെ പരിധിയിലുള്ള സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം, വിക്രം നിരപരാധിയാണെന്ന് മീഡിയ അറിയിക്കുകയും ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ വേദയും വിക്രമും അവിടെ നിന്ന് പോവുക. പിന്നീട് രണ്ടുപേരും കൂടി പോണ വഴിയിൽ വണ്ടി നിർത്തി വേദയെ വണ്ടി നിറക്കി ഞാൻ ഇങ്ങനൊരു ട്രാപ്പ് ചെയ്യപ്പെട്ടത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് നീ എന്ത് വിചാരിച്ചാ പറഞ്ഞതെന്ന് വിക്രം ചോദിക്കുമ്പോൾ വരുന്ന സമ്മേളനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വാർത്ത വന്നതല്ലേ? നിങ്ങളെപ്പോലെ ശക്തനായൊരു നേതാവ് ഉയരുന്നത് തടയാൻ നിങ്ങളുടെ ഗുരു തന്നെ ചെയ്തതാവും എന്ന് വേദ പറയണ കേട്ട് തോന്നിവാസം പറയരുത്, റോഡാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് വിക്രം ഒച്ച വയ്ക്കുക. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്തരം പെരുന്തച്ചൻ കോംപ്ലക്സൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം സ്റ്റേഷനിലേക്കൊന്ന് വന്നു നോക്കിയോ? ജാമ്യത്തിലിറക്കാനെങ്കിലും ശ്രമിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പായും ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് ഉറപ്പിച്ചതാ. അവിടുന്ന് നല്ല സ്വീകരണമല്ലല്ലോ കിട്ടിയത്. സാറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ അതോ ഒഴിവാക്കാൻ നോക്കിയോ എന്നൊക്കെ വേദ ചോദിക്കണ കേട്ട് സുധാമ ശ്രീനി സാറിനോട് അകലം പാലിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് വിക്രം ഓർക്കുക. ആ കാര്യമൊന്നും വേദയെ അറിയിക്കാതെ സാർ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കാണാനും പറ്റിയില്ല എന്ന് വിക്രം കള്ളം പറയുന്നുണ്ട്. ഇങ്ങനൊരു ചതി തനിക്കെതിരെ ശ്രീനി സാർ ചെയ്യില്ലെന്ന് തനിക്ക് ഉറപ്പാണെന്ന് വിക്രം പറയുമ്പോൾ അയാൾക്ക് വേണ്ടി നിങ്ങൾ എത്ര കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ പാർട്ടിയിൽ ഉയരണ്ടെന്ന് കരുതി അവരാരെങ്കിലും ചെയ്തതാവും എന്ന് വേദ പറയുമ്പോൾ ശ്രീനി സാറിനു വേണ്ടി അന്ന് ഫയലെടുക്കാൻ പോയതൊക്കെ വിക്രം ഓർമ്മിക്കുക. എന്നാലും ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചത് ശ്രീകാന്താണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വിക്രം ഇങ്ങനൊരു അളിഞ്ഞ കേസ്
എനിക്കെതിരെ പ്ലാൻ ചെയ്യാൻ നിന്റെ ചേട്ടനെ കഴിയൂ എന്ന് വിക്രം പറയുമ്പോൾ ചേട്ടന് നിങ്ങളോട് ദേഷ്യമുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു വൃത്തികേട് ചെയ്യാനുള്ള മനസ്സൊന്നും ചേട്ടനുണ്ടാവില്ല, അത് തനിക്ക് ഉറപ്പാണ്. ശ്രീനിസാറിന്റെ വലം കൈ അയാളിൽ നിന്നും അകലണമെന്ന് വിചാരിക്കുന്ന എതിർ പാർട്ടിക്കാർ ആരെങ്കിലും ആവും ഇത് ചെയ്തത്. നിങ്ങളൊരു തെറ്റുകാരനല്ല എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരണം. അതിന് തൽക്കാലം ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വണ്ടി വിട് എന്ന് വേദ പറയുമ്പോഴും വിക്രം മിണ്ടാതെ നിൽക്കണ കണ്ട് ഈ വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കി വിട്ടുപോത്തെ, ഈ വേതാളം കയറിക്കോട്ടെ എന്ന് ചിരിച്ചോണ്ട് വേദ പറയുമ്പോഴേക്കും വിക്രം വണ്ടിയെടുത്ത് വേദയും കൊണ്ട് പോകുന്നതിനിടയ്ക്ക് അറിയാതൊരു ചിരി വിക്രത്തിന്റെ മുഖത്തും വരുന്നുണ്ട്. സ്റ്റേഷനിലെത്തുന്ന അവർ SI സാബുവിനെ കാണുന്നുണ്ട്. വിക്രത്തെ കാണുമ്പോൾ തന്നെ സാബു SP യുടെ മുന്നിൽ തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചുള്ള വരവാണല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴേക്കും വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, ഞങ്ങളിപ്പോൾ ഒരു പരാതി തരാനാ വന്നത് എന്ന് വേദ പറയുക. SP യുടെ ആവശ്യപ്രകാരം നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ താമസിക്കുന്ന വിക്രം തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് ബോധിപ്പിക്കുന്ന ഒരു പരാതിയാണിത്. ഈ സ്റ്റേഷനിൽ വിക്രത്തിനെതിരെയുള്ള കേസ് ഫേക്കാണെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അത് മാധ്യമങ്ങളെ അറിയിക്കുകയും വിക്രം നിരപരാധിയാണെന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയുകയും വേണം. ഇതിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം എന്ന് വേദ പറയുമ്പോഴേക്കും അഭിലാഷ് ആ കുറ്റം സമ്മതിച്ചതാണല്ലോ എന്ന് സാബു പറയണ കേട്ട് അഭിലാഷ് ഏജന്റ് മാത്രമാണെന്ന് ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സംശയം ഞങ്ങൾക്കുണ്ട്. കേൾക്കുന്ന സാബു ശ്രീകാരൻ ശ്രീനിവാസനെ വിളിച്ച് അകത്തിടേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ എതിർ പാർട്ടിക്കാർ ചെയ്തതാവുമെന്ന് വേദ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മാഡം ഇതൊരു അവസരമാക്കി എടുക്കാനല്ലേ എന്ന് സാബു ചോദിക്കണ കേട്ട് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസെന്ന് തെളിഞ്ഞാൽ വിക്രത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനാണ് ഞാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം എന്ന് വേദ പറയണ കേട്ട് SP നേരിട്ടിടപെട്ട കേസല്ലേ, ഞാൻ അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ വിക്രം വേദയും അവിടുന്ന് പോവാ. പിന്നീട് വിക്രം ബൈക്കെടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം ഇപ്പോൾ വീട്ടിൽ പോണ്ട, മാധ്യമങ്ങളിൽ വാർത്ത വരട്ടെ എന്നിട്ടാകാമെന്ന് പറഞ്ഞ് വേദ തടയുന്നുണ്ട്. പിന്നീട് വിക്രം നിരപരാധിയാണെന്ന വാർത്ത TV-യിൽ വരുമ്പോൾ ശ്രീനിസാർ അത് കാണുന്നുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിക്രത്തിന് പരാതിയുണ്ടെന്നോ ന്യൂസിൽ പറയുമ്പോഴാണ് ശ്രീനിസാറിന് പത്രത്തിൽ നിന്ന് കോൾ വരുന്നത്. ആ കോൾ എടുക്കുന്ന ശ്രീനിസാർ വിക്രത്തിൻ്റെ പരാതി ശരിയാണെന്നാണ് പാർട്ടി കരുതുന്നത്. പാർട്ടിയുടെ യുവജന നേതാവായ വിക്രം വളർന്നു വരുന്നത് തടയാനുള്ള അജണ്ടയാണ് നീചമായ ഈ പ്രവൃത്തിക്ക് പിന്നിൽ എന്നാണ് പാർട്ടി കരുതുന്നത്. അത് കണ്ടെത്തും വരെ പാർട്ടി വിക്രത്തിൻ്റെ കൂടെ തന്നെയുണ്ടാവും. ഇന്ന് വൈകിട്ട് ഒരു അടിയന്തര യോഗം നടക്കുന്നുണ്ട്, അതിനുശേഷം തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിസാർ ഫോൺ വയ്ക്കുക. ശ്രീനിയേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്, അവനെതിരെ ഏത് പാർട്ടിക്കാർ ഗൂഢാലോചന നടത്താനാ? ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തിന്റെ പണിയാവും എന്ന് സുധ പറയണ കേട്ട് ആയിരിക്കും, പക്ഷേ പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിയുടെ ചർച്ചയെ തകർക്കാൻ എതിർ പാർട്ടിക്കാർ അവസരം നോക്കിയിരിക്കുകയാണെന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ഇതൊരു അവസരമല്ലേ എന്ന് ശ്രീനിസാർ പറയുമ്പോഴേക്കും ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത് വേദയാണ്. SP ഓഫീസിൽ നിന്ന് അങ്ങനെയാണ് അറിയാൻ പറ്റിയതെന്ന് പുളിക്കൻ പറയുന്നുണ്ട്. വേദയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതെങ്കിൽ അവൾക്ക് വേറെന്തോ ലക്ഷ്യമുണ്ടാവണം. പതിയെ വിക്രത്തെ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പരാതിയെന്ന് തനിക്കും സംശയമുണ്ടെന്ന് പുളിക്കൻ പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് ശ്രീനിസാറും പറയുക. വേദയുടെ വീട്ടിൽ ശ്രീകാന്ത് മുത്തശ്ശിയോട് ഇത് വിക്രമുണ്ടാക്കിയ ഒരു പുകമറയാ, കേസിൽ നിന്നുരാൻ ആ ശ്രീനിവാസൻ അവൻ ഓതിക്കൊടുത്ത ഒരു വഴിയായത്. രാഷ്ട്രീയ ഗൂഢാലോചന എന്നും പറഞ്ഞ് ആളുകളെയൊക്കെ പറ്റിക്കാലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ദീപ്തി വിക്രമേട്ടനെ കേസിൽ കുടുക്കിയ ആ പെണ്ണ് തന്നെ പറഞ്ഞല്ലോ ഇത് അഭിലാഷ് എന്ന ഗുണ്ട ഏൽപ്പിച്ച കൊട്ടേഷനാണെന്ന് പറയുമ്പോഴേക്കും വിക്രത്തിന്റെ കൂട്ടുകെട്ട് അങ്ങനെയുള്ള ആൾക്കാരോട് കൂടെ തന്നെയാ. അവന്റെ സ്വഭാവമൊന്നും ഇനി മാറാൻ പോകുന്നില്ല. അതിനിടയിലേക്കാണ് നിങ്ങൾ രണ്ടു വീട്ടുകാരും കൂടി ചേർന്ന് വേദയും കൂടി ചേർത്ത് വെച്ചല്ലോ, അതോർത്താവും ഇനി നിങ്ങളെല്ലാം ദുഃഖിക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും എന്തായാലും വിക്രത്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോന്ന് അമ്മ പറയണ കേട്ട് അഭിലാഷ് ഒരു നൊട്ടോറിയസ് ഗുണ്ടയാ, അങ്ങനൊരുത്തൻ ഈ കാര്യത്തിന് ഇടപെടണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ദീപ്തി പറയുക. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പോലീസ് അതിനെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോന്ന് ചോദിക്കുമ്പോൾ അഭിലാഷിനെ പിടിച്ച് നല്ല ഇടി കൊടുത്ത അവൻ പറഞ്ഞോളും ആരാ ഇതിന്റെ പിന്നിലെന്ന് എന്ന് ദീപ്തി വീണ്ടും പറയണ കേട്ട് അവൻ ഈ ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കിയ സാമദ്രോഹി ആരായാലും അവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ ഭഗവാനെ എന്ന് മുത്തശ്ശി പ്രാഗിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.